ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിജു. എല്ലാവർക്കും റെയിൻഡ്രോപ്സ് കുവൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞങ്ങൾ ഇന്ന് പോവുകയാണ്. ഞാൻ കുവൈറ്റിലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്നിട്ട് എത്ര മാസമായി? 2.5 മാസമായി. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രവാസ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് എയർപോർട്ടിൽ പോവുകയാണ്. അതെ, എവിടെ? അയർലാൻഡ്. നമ്മളെ യാത്രയാക്കാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞാൻ, വൈഫ്, പിള്ളേർ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ്. വണ്ടി അവിടെ വരാറായിട്ടുണ്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളിന്ന് ഫ്ലൈറ്റ് വൈകിട്ട് 9:50 ഇപ്പോൾ ഏകദേശം 4 മണിക്ക് വണ്ടി വന്ന് ഞങ്ങളിവിടെ നിന്ന് പോവും. 8:50 ഇവിടെ പിന്നെ അവിടെ 8 മാസത്തോളമായില്ലേ? 8 മാസത്തോളമായിട്ട് ഇവിടെ അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ വണ്ടി വന്നു അവിടെ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ എയർപോർട്ടത്തെ കാണാതെ കണ്ടാ ബാക്കിൽ എല്ലാവരും ഉണ്ട്. നല്ല വിഷമത്തിലാ, കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ വന്നു. നമ്മൾ പോവാണ്. എല്ലാവരും ഉണ്ട് ബാക്കിൽ. ഒന്ന് സ്ലോ ആക്കിയേ, ഒന്ന് ക്ലാസ് എത്തിയേ. പോട്ടേട്ടാ, കാണാം പ്രാശേട്ടാ. ഓക്കെ. കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു വഴിയിൽ. അപ്പം ഇനി നേരെ എയർപോർട്ടിലേക്ക് കയറാനായിട്ട് പോടും. എല്ലാവരും ഉണ്ട് വണ്ടിയിൽ. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. അതെ, നമ്മൾ കയറാണ്. ഇവിടെയാണ് മറ്റേ ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കപ്പും ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു. ലഗേജൊക്കെ കയറ്റി വിട്ടു. എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ഗേറ്റിലുണ്ട് അല്ലേ? ഗേറ്റിലല്ലേ? ഫ്ലൈറ്റ് നമ്പർ നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗേറ്റിലെത്തിയിട്ട് ഇനി ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫ്ലൈറ്റിലേക്ക് കയറാൻ. അപ്പോൾ ഇനി ബാക്കി വിശേഷം ഫ്ലൈറ്റ് വന്നിട്ട്. റോണൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് അല്ലേ? ആദ്യമായിട്ടില്ല നീ കയറാൻ പോണേ? എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റും റോണുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ലെനൂസിൻ്റെ സെക്കൻഡ് തേർഡ്. നമ്മൾ പോയി വന്നില്ലേ 2 പ്രാവശ്യമായി, 3. റോണൂസിൻ്റെ ഫസ്റ്റ് ടൈം അല്ല. ഫൈനലി അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞാനും ലെനുവും അടുത്തടുത്താണ്. പിന്നെ അതിൻ്റെ ഒരു 2 സീറ്റ് ബാക്കിലാണ് ലിൻസിങ് റോണുവിനും സീറ്റ് കിട്ടിയത്. ഒരുമിച്ച് എന്തായാലും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളത് അബുദാബിയിലെത്തി. അബുദാബി എയർപോർട്ടിൽ ഏകദേശം ഒരു 3 മണിക്കൂറോളം നേരം നമുക്ക് വെയിറ്റിംഗ് ഇല്ല. ഇവിടെ നമുക്ക് 3 മണിക്കൂർ വെയിറ്റിംഗ് ഇല്ലേ? അപ്പോൾ അങ്ങനെ അബുദാബി എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് 2:10 ബോർഡിങ് തുടങ്ങും. എല്ലാവരും ഉണ്ട്. 2:50 ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുക. അപ്പം ഇനി കാണാം, അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ കാണാം. ഓക്കേ. അങ്ങനെ ഞങ്ങൾ അവസാനം ഫൈനലി ഞങ്ങൾ എവിടെ എത്തി? നല്ല മതി, ഇത്ര ഉറക്കം പറയണ്ട. അങ്ങനെ ഡബിൾ എയർപോർട്ടിലാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. തണുപ്പ് എത്രയായിരുന്നു? 8 ഡിഗ്രിയാണ്. 8 ഡിഗ്രി ഉണ്ട്. അതിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തണുപ്പുണ്ട്. ഇനി നേരെ ഒരു ചായ കുടിക്കുക. ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11:15 ബസ് വരും. ബസ് വന്നാൽ കയറിയിട്ട് പോകാം. അത് ബസ്സിൽ ഇനി ഒരു 3 മണിക്കൂർ വേണ്ടേ? 3 മണിക്കൂർ വേണ്ടേ? 3 മണിക്കൂർ വേണം ഞങ്ങൾ താമസിക്കുന്ന സ്ലൈഗോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താം. അപ്പോൾ എന്തായാലും അയർലൻഡ് മണ്ണിൽ കാലുകുത്തി. റോണുവിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര, ലെനുവിൻ്റെ 2ാമത്തെ. അങ്ങനെ ഒരുപാട് ലഗേജ് ഉണ്ട്. ഇനി ഇത് കൊണ്ടുപോട്ടെ. അതെ, തൃശ്ശൂരിൻ്റെ ഭാഗത്ത് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്, ബസ് സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പറഞ്ഞ ബസ് ഇതാ. അതിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സുകൾ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബസ് മാത്രം വന്നിട്ടില്ല. എങ്ങനെയുണ്ട് ലെൻസ് തണുപ്പ്? അയർലൻഡിൻ്റെ തണുപ്പ് എങ്ങനെയുണ്ട്? മഞ്ഞൂഞ്ചിലേക്ക് നോക്കി. റോണിൻ്റെ തണുപ്പുണ്ടോ? തണുപ്പൊന്നുമില്ല അല്ലേ? ഇവിടെ അടുത്ത് തണുത്ത് കുറച്ചിട്ട്. എന്തായാലും ബസ് വരേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ വരെയായിരിക്കും. 5 മിനിറ്റിനുള്ളിൽ വരുന്നതായിരിക്കണം. ഇനി ഒരു 3 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഇവിടുന്ന്. എന്നിട്ട് വേണം നമ്മുടെ സ്ഥലത്തെത്താനായിട്ട്. സത്യം പറഞ്ഞാൽ യാത്ര ചെയ്ത് മടുത്തു. ഇന്നലെ
ഇന്ത്യൻ ടൈം 4 മണിക്ക് ഇറങ്ങി. ഇപ്പം ഇന്ത്യൻ ടൈം ഒക്കെ ഉണ്ടാവും 5 മണി 6 മണി 7 മണി ഉണ്ടാവില്ലേ? ഇപ്പം 7:20 ഉണ്ടാവും ഇന്ത്യൻ ടൈം. ഇന്നലെ ഇന്ത്യൻ ടൈം 4 മണിക്ക് ഇറങ്ങിയതാണ്. ഇതുവരെ എത്തിയിട്ടില്ല കേട്ടാ. ഇനി അടുത്തൊരു സ്റ്റോപ്പുണ്ട്. പിള്ളേരൊക്കെ ആവശ്യമില്ല, അത് ബസ്സാണ്. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവരവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ അടുത്തൊരു സ്റ്റോപ്പ് എന്നിട്ട് കിട്ടുണ്ണി. ബസ് സ്റ്റോപ്പ് എടുത്ത് കിട്ടുണ്ണിന്നാണ് എന്തിനടുത്ത് ഒരു അടുത്ത ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ കിട്ടുണ്ണി എന്ന് പറഞ്ഞാൽ അത് കുളൂണി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് വരാനായിട്ട് 2 വണ്ടിയും കൊണ്ടിട്ട്. എല്ലാവരും പോലെ ഉണ്ടല്ലേ? എല്ലാവരും പോലെ. അതാ ഇവിടുത്തെ ഒരു ഭംഗിയും. സത്യം. ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വീടും കുറെ കളറും ഒക്കെ ഏകദേശം സെയിമായിട്ടുണ്ട്. ഇതല്ലേ നമ്മുടെ കാറ് നമ്മുടെ കാറടക്കണം. അങ്ങനെ വീട്ടിലെത്തി. ഈ ബാക്കിൽ കാണാണ് വീട്, ഇതാണ് കാറ്. ഇത് അവളുടെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ 2 വണ്ടികളാണ് ഞങ്ങളിപ്പോൾ വന്നത്. അപ്പോൾ ഇനി റെയിൻഡ്രോപ്സ് കുവൈറ്റിലെ യൂറോപ്പിൻ്റെ വീഡിയോകൾ കാണാം.